നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ C. നാരായണന്റെ മൃതദേഹം സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. CPM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാഞ്ഞങ്ങാട്ട് പ്രകടനം നടന്നു. ഓണാഘോഷം നഗരത്തിൽ ബാക്കിയാവുന്നത് മാലിന്യ കൂമ്പാരം. നീക്കാൻ നടപടിയില്ലെങ്കിൽ നഗരയാത്ര ദുരിതമാകും. തെയ്യം കലയുടെ ഉപാസകൻ നെല്ലിക്കാട്ട് കൃഷ്ണൻ പണിക്കർക്ക് മരണാനന്തര പുരസ്കാരം. റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാരം സമർപ്പിച്ചു. വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ C. നാരായണന്റെ മൃതദേഹം വിലാപയാത്രയായി നാട്ടിലെത്തിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട കോടോംബേളൂർ ചാമുണ്ടിക്കുന്നിലെ C. നാരായണന്റെ മൃതദേഹം വിലാപയാത്രയായി നാട്ടിലെത്തിച്ചു. വികാരനിർഭരമായ വിടവാങ്ങലാണ് സഹപ്രവർത്തകർ നൽകിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ മൃതദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം ചാമുണ്ടിക്കുന്നിലെ വീട്ടിലെത്തിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ മാസ്റ്റർ, TV രാജേഷ് MLA എന്നിവർ വിലാപയാത്രയെ അനുഗമിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ മൃതദേഹത്തിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ നിരവധി പേർ എത്തിച്ചേർന്നു. സഹപ്രവർത്തകർ നൽകിയ വികാരനിർഭരമായ വിടവാങ്ങലിലും അന്ത്യാഭിവാദ്യങ്ങൾക്കും ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കഴിഞ്ഞ ദിവസം ചാമുണ്ടിക്കുന്നിൽ വെച്ചാണ് C. നാരായണനും സഹോദരൻ അരവിന്ദാക്ഷനും വെട്ടേറ്റത്. വെട്ടേറ്റ അരവിന്ദാക്ഷൻ മംഗലാപുരത്ത് ചികിത്സയിലാണ്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. BJP പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്ന് CPM നേതാക്കൾ നേരത്തെ ആരോപിച്ചിരുന്നു. കോടോംബേളൂരിലെ CPM പ്രവർത്തകന്റെ കൊലപാതകം LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കോടംബേളൂർ ചാമുണ്ടിക്കുന്നിലെ CPM പ്രവർത്തകൻ C. നാരായണന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാഞ്ഞങ്ങാട് നഗരത്തെയും ഹർത്താൽ ബാധിച്ചു. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഹർത്താൽ തീവണ്ടി യാത്രക്കാരെയും ബാധിച്ചു. ട്രെയിൻ യാത്രികർ ഭൂരിഭാഗവും സ്റ്റേഷനിൽ തന്നെ കഴിച്ചുകൂട്ടി. ഹർത്താലിനെ തുടർന്ന് സന്നദ്ധ സംഘടനകളും ക്ലബ്ബുകളും ആഹ്വാനം ചെയ്ത ഓണാഘോഷ പരിപാടികൾ മിക്കയിടങ്ങളിലും മാറ്റിവെക്കുകയുണ്ടായി. കോടോംബേളൂരിലെ CPM പ്രവർത്തകൻ C. നാരായണന്റെ കൊലപാതകത്തിൽ പ്രതിഷേധം. LDF പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തിരുവോണ ദിവസം കോടോംബേളൂരിലെ ചാമുണ്ടിക്കുന്നിൽ CPM BJP സംഘർഷത്തെ തുടർന്ന് CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. LDFന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടന്നു. കാഞ്ഞങ്ങാട് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ, AK നാരായണൻ, M. പൊക്കളൻ, P. നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ 45ാമത് ഓണാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു. കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാര സമർപ്പണവും നടന്നു. നോർത്ത് കോട്ടച്ചേരി റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ 45ാം ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം വാസു ചോറോട് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഇത്ര വലിയൊരു പുരസ്കാരം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തേടി മുമ്പേ ഉണ്ടായിരുന്നു. ചിറക്കൽ രാജാവ് കൊടുത്ത പട്ടും വളയുടെയൊക്കെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഇതിന് ശേഷം നമ്മൾ അങ്ങനെയാണല്ലോ, പുതിയ കാലത്ത് ഇത്തരം ആളുകളെ വേണ്ട വിധത്തിൽ ആദരിക്കാനും കൊണ്ടാടാനും ഒക്കെ മടി കാണിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഈ ക്ലബ്ബ് തീരുമാനിച്ചു ഏതായാലും കൃഷ്ണൻ പണിക്കർക്ക് കൊടുക്കണം. ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ മക്കൾ ഈ കലയിൽ തന്നെ, ഈ അനുഷ്ഠാന കലയിൽ സജീവമായ സാന്നിധ്യമുള്ള അദ്ദേഹത്തിന്റെ മക്കളിൽ ആളുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ പുരസ്കാരം ഏറ്റുവാങ്ങും. അങ്ങനെ തീർച്ചയായും പല കാര്യങ്ങൾ കൊണ്ടും ഒന്നിച്ചു ചേരുന്ന ഒരു വലിയ പരിപാടിയായി നമ്മുടെ ഓണാഘോഷം മാറുന്നു എന്നുള്ളത്
തെയ്യം കലാകാരൻ നെല്ലിക്കാട്ട് കൃഷ്ണപ്പണിക്കർക്കുള്ള കൂർമ്മലെഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിന്റെ മകൻ രാജൻ പണിക്കർ ഏറ്റുവാങ്ങി. വർണ്ണവിവേചനത്തെ ചുട്ടരിക്കാനുള്ള അഗ്നിയായി തീർന്നു കൂർമ്മൽ എഴുത്തച്ഛൻ. സവർണ കുടുംബത്തിൽ പിറന്നെങ്കിലും സവർണാധിപത്യ ക്ലബ് പ്രസിഡന്റ് MV ദിലീപ് അധ്യക്ഷനായി. ഡോക്ടർ സി ബാലൻ, രവി ഏഴോം, ഹാഫിൾ മുഹമ്മദ് വഹറുദ്ദീൻ, KP ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. AV സഞ്ജയൻ സമ്മാനം വിതരണം നടത്തി. സിദ്ധാർത്ഥ്, രാകേഷ്, പ്രശോഭ്, ക്ലബ് സെക്രട്ടറി MV സുനിൽ സ്വാഗതവും PV ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നൃത്യങ്ങളും അരങ്ങേറി. ഓണം പടിയിറങ്ങുന്നു, ബാക്കിയാകുന്നത് നഗരമാലിന്യങ്ങൾ. തെരുവോര കച്ചവടവും ഓണാഘോഷവുമെല്ലാം തീർന്നപ്പോൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ അവശേഷിക്കുന്നത് മാലിന്യ കൂമ്പാരം. നഗരത്തിലെ മിക്കയിടങ്ങളിലും പച്ചക്കറികളുടെയും പഴങ്ങളുടെയും അവശിഷ്ടങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പലയിടത്തും തള്ളിയിട്ടുണ്ട്. മാലിന്യം നീക്കാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ നഗരം ചീഞ്ഞു നാറാൻ തുടങ്ങും. മഴ കൂടി എത്തിയാൽ മാലിന്യം അഴുകിത്തുടങ്ങുകയും ചെയ്യും. മാലിന്യം നീക്കാൻ സത്വര നടപടി വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. പെരിയ കായക്കുളം SV ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി നിരവധി കലാകായിക മത്സരങ്ങൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. വനിതകൾ ഉൾപ്പെടെ നിരവധി പേർ ഓണാഘോഷ പരിപാടികളിൽ പങ്കാളികളായി. വനിതകളുടെയും പുരുഷന്മാരുടെയും വടംവലി മത്സരം ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. വിജയികൾക്കുള്ള സമ്മാനദാനം സെപ്റ്റംബർ 1 നടക്കുന്ന ക്ലബിന്റെ 28ാം വാർഷികാഘോഷത്തിൽ വെച്ച് വിതരണം ചെയ്യും. ഓണാഘോഷത്തിന്റെ ഭാഗമായി മടിയനിൽ തിരുവോണ ഘോഷയാത്ര സംഘടിപ്പിച്ചു. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. മടിയൻ ജവാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായുള്ള ഓണാഘോഷത്തോടനുബന്ധിച്ച് തിരുവോണ ഘോഷയാത്ര മടിയനിൽ നടന്നു. ഘോഷയാത്രയിൽ നിരവധി വേഷങ്ങൾക്കൊപ്പം മാവേലി മന്നന്റെയും വാമനന്റെയും വേഷങ്ങളും അണിനിരന്നു. ഘോഷയാത്ര മടിയൻ ജവാൻ ക്ലബ് പരിസരത്ത് നിന്നും ആരംഭിച്ചു. മടിയൻ LP സ്കൂൾ പരിസരത്ത് സമാപിച്ചു. ഘോഷയാത്രയ്ക്ക് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഗംഗാധരൻ പാലക്കി, ജനറൽ കൺവീനർ ഗംഗാധരൻ മടിയൻ, ട്രഷറർ M നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വീട്ടുമുറ്റത്തൊരു പൂക്കള മത്സരവും നടന്നു. ആലയി ദുർഗാ ഭഗവതി വനശാസ്ത്ര ക്ഷേത്ര പ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം ഏപ്രിൽ ആദ്യവാരത്തിൽ തുടങ്ങും. ബ്രഹ്മകലശോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആലയി ദുർഗാ ഭഗവതി വനശാസ്ത്ര ക്ഷേത്ര പ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം 2016 ഏപ്രിൽ ആദ്യവാരത്തിൽ നടത്താൻ തീരുമാനമായി. സെപ്റ്റംബർ 6 വിപുലമായ ആഘോഷ കമ്മിറ്റി യോഗം ചേരും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കൂടിയാലോചനാ യോഗം നടന്നു. ക്ഷേത്ര പരിസരത്ത് നടന്ന യോഗത്തിൽ കുറ്റിക്കാൽ ജയരാജ് അധ്യക്ഷനായി. സേതുമാധവൻ, O കുഞ്ഞിരാമൻ മാസ്റ്റർ, അഴീക്കോടൻ കുഞ്ഞമ്മു നായർ, ചന്ദ്രൻ മേലെടുക്കം എന്നിവർ സംസാരിച്ചു. ലോഹം സിനിമയുടെ വിജയം. മോഹൻലാൽ ഫാൻസ് കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിജയാഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യ നൽകി. ന്യൂ ജനറേഷൻ പ്രേമം സ്റ്റൈലിൽ കറുത്ത കുർത്തയും വിവിധ കളർ മുണ്ടുകളുമിട്ട് ഓണം ആഘോഷിച്ചപ്പോൾ ലാലേട്ടന്റെയും ലോഹത്തിന്റെയും ഫാൻസും വിട്ടുനിന്നില്ല. കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഓണസദ്യ ഒരുക്കിയായിരുന്നു ലാലേട്ടൻ ഫാൻസ് ഓണം ആഘോഷിച്ചത്. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ലോഹം സിനിമയുടെ വിജയാഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് 250ഓളം പേർക്ക് ഓണസദ്യ നൽകിയത്.
ജില്ലാ സെക്രട്ടറി രാജൻ കെ പൊയ്നാച്ചി, പ്രസിഡന്റ് രാജേഷ് കാസർഗോഡ്, മഹേഷ്, രമേശൻ പുഞ്ചിരി, അശോകൻ കാസർഗോഡ്, മാധവൻ തുളുനാട്, വിജേഷ് നെല്ലിക്കുന്ന്, വിനയൻ സുർലു, ബാബു ചാമക്കുഴി, വിപിൻ ഭദ്രടുക്ക, വരുൺ, വിനോദ് രാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. KUWJ സംസ്ഥാന സംഘം ഓഫീസ് തുറന്നു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിലാണ് ഓഫീസ് തുറന്നത്. സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം PB അബ്ദുൾ റസാഖ് MLA ആണ് നിർവഹിച്ചത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സണ്ണി ജോസഫ്, സെക്രട്ടറി രവീന്ദ്രൻ രാവണേശ്വരം, മുഹമ്മദ് ആഷിം, TS ഷാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊല്ലപ്പെട്ട CPM പ്രവർത്തകൻ C. നാരായണന്റെ മൃതദേഹം സംസ്കരിച്ചു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. CPM പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് LDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. കാഞ്ഞങ്ങാട്ട് പ്രകടനം നടന്നു. ഓണാഘോഷം നഗരത്തിൽ ബാക്കിയാവുന്നത് മാലിന്യ കൂമ്പാരം. നീക്കാൻ നടപടിയില്ലെങ്കിൽ നഗരയാത്ര ദുരിതമാകും. തെയ്യം കലയുടെ ഉപാസകൻ നെല്ലിക്കാട്ട് കൃഷ്ണൻ പണിക്കർക്ക് മരണാനന്തര പുരസ്കാരം. റെഡ് സ്റ്റാർ യൂത്ത് സെന്ററിന്റെ കൂർമൽ എഴുത്തച്ഛൻ പുരസ്കാരം സമർപ്പിച്ചു. വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.